മഞ്ജു വാര്യർ ഒരു രാത്രിയിലാണ് ദിലീപായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ 1500 രൂപ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കോടീശ്വരനായ ഭർത്താവിനെ അതുപോലെ തന്നെ മകളെ ഉപേക്ഷിച്ച് വേറൊരു ബന്ധം ആരോപിച്ച് ഇറങ്ങിപ്പോരണം. അപ്പോൾ ബാഗ് ബാലൻസ് പോലും നയാ പൈസ ഇല്ലാത്ത മഞ്ജു വാര്യർ നമ്മുടെ ദിലീപിനോട് ഒരു നയാ പൈസ വിവാഹമോചനം ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു വലിയൊരു പൈസ കിട്ടണമല്ലോ, അതുപോലും വേണ്ടെന്ന് വെച്ച് റോഡിലേക്ക് ഇറങ്ങി വന്ന ഒരു നടിന് മഞ്ജു വാര്യർ. എന്നാൽ ഫീൽഡിലും ഇല്ല, സിനിമാ ലോകത്തും ഇല്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്ന നടി ഇന്നിപ്പോൾ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ പേരുണ്ട് മഞ്ജു വാര്യർ. എങ്ങനെയായി ഇങ്ങനെ? എന്നാൽ അന്ന് മഞ്ജു വാര്യർക്ക് അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉണ്ട്. എന്നിട്ട് ആ നടി പൊരുതി ഇപ്പം എന്തുണ്ടായി? ശതകോടീശ്വരിയായിട്ട് മാറി. എങ്ങനെ? ഇതിന് കാരണം ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീകുമാർ മേനോൻ, ഒടിയൻ്റെ സംവിധായകൻ. നേരെ മഞ്ജു വാര്യർ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതോടുകൂടി ഇദ്ദേഹം പറഞ്ഞു, മഞ്ജു നീ പേടിക്കണ്ട, ഞാൻ കുറേ പരസ്യ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വിഷയാക്കണ്ട. നയാ പൈസ നീ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് നീ കേസും കൊടുക്കണ്ട, അതുപോലെ തന്നെ ദിലീപിൻ്റെ നിന്ന് കോടികൾ വാങ്ങാനും നിൽക്കണ്ട, അവരവരെ വഴിയായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുപോയി നമ്മുടെ 7 ഫിലിമിലുണ്ട് അഭിനയിപ്പിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഒടിയനിൽ മോഹൻലാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മഞ്ജു വാര്യർ. മോഹൻലാൽ ആ സമയത്ത് ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, മഞ്ജു വാര്യർ മതി, അന്ന് അവർ ജോഡി കാണാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ വെച്ചടി കയറ്റുണ്ടായത്. അതിനുശേഷം ഒരു ചെറുപ്പക്കാരൻ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ വന്നു. ആരാണ്? മഞ്ജുവിനെ ഒരുപാട് ചെറുപ്പാക്കാൻ വേണ്ടി ഒരു മാനേജറാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ അപമാനിക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ അസംബന്ധം. അത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ശാപമാണ്, മലയാളികളുടെ ഒരു ശാപമാണ്, എന്ത് കണ്ടാലും അങ്ങനെ പറയുന്നത്. അപ്പോൾ അവസാനം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീകുമാർ മേനോൻ കല്യാണം കഴിക്കാനായിട്ട് നിശ്ചയിച്ചു. അതിനെ തള്ളിക്കളഞ്ഞു. മഞ്ജു വാര്യർ വേണ്ട, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണ്ട. അപ്പോൾ അങ്ങനെ ആ ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. ഇപ്പോൾ ശ്രീകുമാർ നായർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശതകോടീശ്വരർ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഞാനാണ്, അവസാനം എന്നെ തള്ളിപ്പറഞ്ഞു മഞ്ജു വാര്യർ. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറന്ന് നടക്കുന്ന കാര്യങ്ങളാണ്.